ജർമ്മനിയിൽ വന്നിട്ട് ഇത് ആദ്യമായിട്ട് ഞാൻ ത്രെഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് നല്ല എക്സൈറ്റ്മെന്റും അതിലേറെ ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒട്ടുമിക്ക പാർലറിലും വാക്സിംഗ് ആണ് ത്രെഡിങ്ങിന് പകരം ചെയ്യണത്. അങ്ങനെ അവസാനം ത്രെഡിങ് ചെയ്യണ ഒരു കട ഞാൻ കണ്ടുപിടിച്ചു. ഇതൊരു യൂണിസെക്സ് പാർലറാണ്. അവർ ഫ്രണ്ടിൽ തന്നെ ഐബ്രോ ഷേപ്പിങ്ങിന് ഓപ്ഷണൽ ത്രെഡിങ് കൊടുത്തിട്ടുണ്ടായി. അത് കണ്ടപ്പോൾ ഞാൻ ചാടി കയറി. കാരണം കുറെ കാലമായിട്ട് ത്രെഡ് ചെയ്യാത്ത കാരണം എന്നെ കാണാൻ മീശമാധവനിലെ മറ്റേ പിള്ളാച്ചൻ ലുക്കായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് അതിനൊരു മോചനം കിട്ടി ഗൈസ്. എനിക്ക് ഈ ത്രെഡ് ചെയ്തിരുന്ന പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി നല്ല കാര്യമായിട്ട് എന്നോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. കാരണം ചെയ്യുന്നതിന് മുന്നേ ഞാൻ പുള്ളിക്ക് ഫുൾ ഗൈഡൻസ് ഒക്കെ കൊടുത്തു. ഞാൻ ഇതുവരെ ഒരു പാർലറിലൂടെ പോകാതിരുന്നത് അഥവാ ഒരു വാക്സ് ചെയ്തതിന്റെ മൊത്തം പിരിയാൻ എടുത്ത് കളഞ്ഞാലോ, അതായത് എന്റെ ഒടുക്കത്തെ പേടി. അതുകൊണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു റിസ്കിന് പോയതേ ഇല്ല. ആദ്യം ത്രെഡ് ചെയ്ത് ഈ സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്ന്. പിന്നെ അതുമില്ല, പിന്നെ പുള്ളി ഇതിന്റെ മേലെ താജ്മഹൽ പണിതുകൊണ്ടിരിക്കുന്നു. പ്ലക്കറൊക്കെ വെച്ച് പിന്നെയും പറിച്ച് കളഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇനി വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കറക്റ്റ് എനിക്ക് ഗൈഡൻസ് ഒക്കെ തന്നിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ട് പുള്ളി വിട്ടെ. അതുകൊണ്ട് ഇവിടെ കൊടുത്ത 10 യൂറോ എനിക്ക് വെർത്തായിട്ട് തോന്നി. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ മൊത്തം പിരിക്കും നന്നായിട്ട് ഷേപ്പ് ചെയ്തു. പിന്നെ ഇനി അടുത്ത കാലത്ത് എങ്ങാനും പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നല്ലോണം എടുക്കുമല്ലോ. അങ്ങനെയൊന്നും ആയിട്ടില്ല. പുള്ളി ജെൻസിനൊക്കെ ത്രെഡ് ചെയ്യുന്ന പോലെ എക്സസൈസ് ആയിട്ടുള്ള ഐബ്രോ ഷേപ്പിന് പുറത്തോട്ട് വളർന്നു നിൽക്കുന്ന കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. അതാണ് ചെയ്തത്. കാണുന്ന ആരെങ്കിലും ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ ചെയ്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു പാർലർ തുടങ്ങും. ഞാൻ എല്ലാ മാസവും വന്ന് ത്രെഡ് ചെയ്യാം.